ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു യുക്തിവാദി ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഖന്തക്ക് യുദ്ധത്തിൻ്റെ സമയത്തുള്ള ഒരു കാര്യവും പറഞ്ഞിട്ട് വിമർശിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങളൊന്ന് കേട്ട് നോക്കിട്ടോ ആദ്യം. പിന്നെ എല്ലാവരും പറയുന്നത് കേൾക്കാറുള്ള ഒരു സാധനമാണ് ഈ ഖന്തക്കില് കിടങ്ങ് കൊടുക്കുന്ന സമയത്ത് ഒരു സഹാബി ചെന്നിട്ട് നബിനോട് പറഞ്ഞപ്പോ, നബിയെ നിങ്ങൾ നോക്കി എന്റെ വയറിൽ ഞാൻ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ്, എനിക്ക് വിശന്നിട്ട് ഇനി വിശപ്പ് സഹിക്കാൻ പറ്റാതെ ഞാൻ കല്ല് കെട്ടി വെച്ചിരിക്കുകയാണ് എന്റെ വയറിൽ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിന് ഒരു പരാതി പറയും. അപ്പൊ മുഹമ്മദ് നബിന്റെ ജുബ്ബ പൊക്കി കാണിച്ചു കൊടുക്കും. അപ്പൊ നോക്കുമ്പോ മുഹമ്മദ് നബിന്റെ വയറിൽ 2 കല്ലാണല്ലോ. അതായത് വിശപ്പ് സഹിക്കാൻ വയ്യാതെ വയറിൽ കല്ല് കെട്ടി വെച്ച് കായികമായ അധ്വാനം നടത്തുന്ന സഹാബിമാരുടെ ചരിത്രവും ഈ ദൈന്യത പറയുന്ന കൂട്ടത്തിൽ നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ കഥ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് കൈവക്കും. കഥ കേട്ടിട്ടുള്ളവർ കേട്ടിട്ടുണ്ട് എന്ന് പറയും. എല്ലാവരും കേട്ട കഥയാണ്. ഇസ്ലാമുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ മനുഷ്യരും കേട്ട ഒരു കഥയായിരിക്കും ഈ പറയപ്പെടുന്ന വയറ്റിൽ കല്ല് കെട്ടിവെച്ച മുഹമ്മദ് നബിന്റെ കഥ. ഈ ഒരൊറ്റ കഥ മതി മുഹമ്മദ് നബിയുടെ ദൈവികത അല്ലെങ്കിൽ പ്രവാചകത്വം, ഇസ്ലാമിന്റെ ദൈവികത പൊട്ടത്തരമാണ് എന്ന് മനസ്സിലാക്കുക. വേറെ എവിടെയും പോട്ടെ, നിങ്ങൾ വെറുതെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചിട്ടോ വേറെ വലിയ ഗവേഷണങ്ങളൊന്നും നടത്തണ്ട. ഈ ഒരൊറ്റ കാര്യം മാത്രം മതി. മുഹമ്മദ് നബീന്റെ കാര്യം ആലോചിച്ചാൽ മുഹമ്മദ് നബിയെ കുറിച്ചുള്ള വിശ്വാസം വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് നബി ഒന്നും പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബിയുടെ ജീവിതം, പ്രവൃത്തി, പറച്ചിൽ എല്ലാ കാര്യങ്ങളും വഹീന്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന കൃത്യമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ മുഹമ്മദ് നബി ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഇനി നിങ്ങൾ ആലോചിക്ക്, വിശന്നിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യന്റെ കായികാധ്വാനം നടത്താൻ വേണ്ടി വയറിന്റെ മുകളിൽ കല്ല് കെട്ടി വെക്കും ആരെങ്കിലും? അപ്പോൾ ലിയാഖത്ത് അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതൊക്കെ തെറ്റാണ് എന്ന് പറയാണ്. ഒരു ബുദ്ധിയുള്ള ഒരാൾ ചെയ്യോ, വിശന്നിരിക്കുമ്പോൾ ആരെയും കൊണ്ട് വയറ്റിൽ കല്ല് കെട്ടുമോ എന്നൊക്കെയാണ് ചോദിക്കണേ. അപ്പോൾ ഞാൻ ഈ ചോദ്യം എന്ത് ചെയ്തു, ChatGPT ചോദിച്ചു, ഇതിലെന്തെങ്കിലും സയൻസ് പരമായിട്ട് എന്തെങ്കിലും ശരിയുണ്ടോ, അങ്ങനെ ചെയ്തത് കൊണ്ട് വിശപ്പ് മാറുമോ എന്നുള്ള അർത്ഥത്തിൽ ChatGPT ചോദിച്ചു. അപ്പോൾ ChatGPT നൽകിയ ഉത്തരമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. യെസ്, ദർ ആർ സം ഫിസിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ് ChatGPT പറയണത്, ഒരാൾക്ക് അങ്ങനെ കല്ല് കെട്ടി വെച്ചതിന് എന്ത് ചെയ്യും, അയാളുടെ വിശപ്പിൽ നിന്ന് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വിശപ്പ് അല്ലെങ്കിൽ ആ വിശപ്പിൻ്റെ ആ പ്രയാസത്തിൽ നിന്ന് എന്ത് ചെയ്യും, അയാൾക്ക് ആ കല്ല് കെട്ടിയത് കൊണ്ട് അയാൾക്കൊരു ആശ്വാസം കിട്ടുമെന്ന് എന്ത് ചെയ്യണം ChatGPT പറയുന്നത്. സെലഫി പണ്ഡിതനൊന്നല്ല, ChatGPT പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എടുത്തു നോക്കാം. അപ്പോൾ യുക്തിവാദികളോട് എനിക്ക് പറയാനുള്ളത്, ഒരു മണ്ടത്തരങ്ങൾ പറയുന്നതിന് മുമ്പ് ഇപ്പോൾ ChatGPT വന്ന കാലമാണ്, ഒന്ന് പരിശോധിച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് പറയാം.